സപ്പോർട്ടായിരുന്നു. കൂടാതെ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് വർദ്ധിപ്പിക്കുക വഴിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു സപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ താരിഫ് അനിശ്ചിതത്വങ്ങളും മറ്റുമൊക്കെ സാറ് സൂചിപ്പിക്കുകയുമുണ്ട്. ഇവയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ഗ്രോത്ത് മോഡൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മെഷർ ആയിരുന്നില്ലേ റിസർവ് ബാങ്ക് കൂടുതലും സ്വീകരിക്കേണ്ടത്? ഇതിപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ച ഒരു മാർഗത്തിന് എതിരായ ഒരു ദിശ റിസർവ് ബാങ്ക് സ്വീകരിച്ചു എന്ന് പറ്റുമോ? അത് എപ്പോഴും ഒരു വളരെ വളരെ ഒരു 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 വാലിഡ് ആയിട്ടുള്ള ഡിസ്കഷനാണ്. ഇപ്പം നമ്മളിപ്പം ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാരുകളുടെ ഒരു ഉത്തരവാദിത്തമാണ് ബജറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പ്രോമിസ് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട്. അതൊരു ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമാണ്. അതാണ് സർക്കാരിന്റെ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി നമ്മൾ പറയുന്നത്. ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് എപ്പോഴും രാജ്യത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ചയ്ക്കും അതുപോലുള്ള എംപ്ലോയ്മെന്റ് ക്രിയേഷനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസിയുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു നിലപാട് ആയിരിക്കണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ലിക്വിഡിറ്റി മാനേജ്മെന്റും ഇൻഫ്ലേഷനും നമ്മൾ പ്രൈമറി ഗോളായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുമ്പോൾ പോലും ഗ്രോത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം, രാജ്യത്തിന്റെ ഗ്രോത്തും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം, അതും കൂടെ ഫാക്ടർ ചെയ്തുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ എന്നുള്ള മാൻഡേറ്റ് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത്. അത് ആ കാര്യം തീർച്ചയായിട്ടും അത് വേണ്ടത് തന്നെയാണ്. അപ്പൊ അതേസമയം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഞാൻ നേരത്തെ സംസാരിച്ചു, മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ 6 അംഗങ്ങളും യുനാനിമസിലായിട്ടാണ് നമ്മൾ ഇന്നത്തെ തീരുമാനം ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനും പോളിസി സ്റ്റാൻസ് ന്യൂട്രലായിട്ട് നിലനിർത്താനും സമ്മതിച്ചെങ്കിൽ പോലും യുനാനിമസ് ഡിസിഷനിൽ പോലും പോളിസി റേറ്റിന്റെ കാര്യത്തിൽ ഒരു 5.5% റീപ്പോ റേറ്റ് നിലനിർത്താനുള്ള തീരുമാനം യുനാനിമസ് ആയിരുന്നെങ്കിൽ പോലും പോളിസി റേറ്റ് ന്യൂട്രലായിട്ട് നിലനിർത്തുന്ന കാര്യങ്ങളിൽ 4 പേര് മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ 2 പേര് അക്കോമഡേറ്റീവ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറ്റണം എന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നിഖിൽ സൂചിപ്പിച്ച ആ ഒരു ഡയമെൻഷനിൽ ഡിസ്കഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. അതുകൊണ്ടാണ് 6ൽ 4 പേര് മാത്രമേ ന്യൂട്രൽ സ്റ്റാൻസ് നിലനിർത്താൻ സമ്മതിച്ചിട്ടുള്ളൂ, 2 പേര് അക്കോമഡേറ്റീവ് സ്റ്റാൻസ് വേണമെന്ന് പറഞ്ഞത്. അക്കോമഡേറ്റീവ് സ്റ്റാൻസ് സപ്പോർട്ടീവ് ആയിട്ടുള്ള സംവിധാനം എടുക്കണം എന്ന് പറയുന്നതിന്റെ ഒരു ഇൻഡിക്കേഷനും സിഗ്നലാണ് അക്കോമഡേറ്റീവ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും 2 അംഗങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റാൻസ് ന്യൂട്രലിൽ നിന്ന് അക്കോമഡേറ്റീവ് ആയിട്ട് മാറണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അടുത്ത ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ അതിന് കൂടുതലായിട്ട് സപ്പോർട്ട് ഉണ്ടാകുമെന്നും മാറി വരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് ഈ ഗ്രോത്തിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബഡ്ജറ്റിനെ ഫിസ്ക്കൽ പോളിസിയെ സപ്പോർട്ട് ചെയ്യുന്ന തീരുമാനങ്ങൾ തീർച്ചയായിട്ടും എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, ഡിസംബർ എന്ന് പറയുന്ന സമയം പിന്നീട് അവിടുന്ന് 3 മാസമോ 4 മാസമേ ഉള്ളൂ ഈ സാമ്പത്തിക വർഷത്തെ GDP-യുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ എടുക്കാത്ത ഡിസിഷൻ അത്തവണ എടുക്കാനുള്ള ഒരു തീരുമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീർച്ചയായിട്ടും എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 25 ബേസിസ് പോയിന്റ്സ് എങ്കിലും അടുത്ത തവണ കുറയ്ക്കും സപ്പോർട്ടീവ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ്. പോളിസി റേറ്റ് 5% എൻഡ് ചെയ്യുമോ 5.25% എൻഡ് ചെയ്യുമോ എന്ന് മാത്രമേ ഇപ്പോൾ ഡിസ്കഷൻ ഉള്ളൂ. പോളിസി റേറ്റ് ഡിസംബറിൽ കുറയ്ക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരാളും തന്നെ രണ്ടഭിപ്രായം പറയുന്നില്ല. ഞാനും അതിനോട് യോജിക്കുകയാണ്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു MPCയിൽ ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അധികം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി റിസർവ് ബാങ്ക് ഗവർണറുടെ ഭാഗത്ത് നിന്ന്. ഇതിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് ഫ്രെയിംവർക്കിനെ കുറിച്ച് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രെയിംവർക്ക് പ്രകാരം ബാങ്കുകൾ മുൻകൂട്ടി തന്നെ ബാഡ് ലോൺസിനെയൊക്കെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ മാറ്റിവെക്കുകയും വേണം. ഇത് സ്വാഭാവികമായിട്ടും ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നോൺ പെർഫോമിംഗ് അസറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ബാലൻസ് ഷീറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ ക്ലിയർ നൽകാനും കൂടുതൽ ഒരു സ്ട്രെങ്ത് നൽകുന്ന ഒരു തീരുമാനമല്ലേ? ഇതിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ബാങ്കുകളുടെ ലോൺ ബുക്കിനെ കുറിച്ച്, അസറ്റ് ബുക്ക് വളരെ ശക്തമായിരിക്കണം, അതിൻ്റെ ഹെൽത്ത് വളരെ ശക്തമായിരിക്കണം. ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ, തിരിച്ചടവ് സംബന്ധിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പ്രൊവൈഡ് ചെയ്യണം എന്ന് നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും പോളിസികളും നിലവിലുണ്ട്. ബാങ്കുകൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചു പോരുന്നത്.
അതേസമയം കഴിഞ്ഞ ഒരു വർഷം മുൻപ് മുതൽ, ഒരു വർഷത്തിനേക്കാൾ മുൻപ് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള പ്രൊവിഷനിങ് സംവിധാനം പോരാ. അത് ഇപ്പോൾ ബാങ്കുകൾ ലോൺ ബുക്കിൽ വരുന്ന സ്ട്രെസ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അതിൽ കാണുന്നത് രണ്ട് രീതിയിലുള്ള പ്രൊവിഷനിങ് ആണ്. നമ്മൾ കാണുന്ന എക്സ്പെക്റ്റഡ് ലോസിന് വേണ്ടി രണ്ട് രീതിയിലുള്ള പ്രൊവിഷനാണ് ബാങ്കുകൾ ചെയ്യുന്നത്. ഒന്ന്, ഇപ്പൊ തവണ മുടങ്ങിയിരിക്കുന്ന ലോണുകളെ നമ്മൾ ബാങ്കുകൾ പറയുന്നത് SMA എന്നൊക്കെ പറയുന്ന SMA 1, 2 എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിലാണ്. പിന്നെ നോൺ പെർഫോമിംഗ് അസറ്റ് NP എന്ന് പറയുന്ന അങ്ങനെയുള്ള ഇതനുസരിച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിലിപ്പോ SMAക്ക് പെർസെൻറ്റേജ് ഉണ്ടാവും. അതുപോലെ തന്നെ NP ആകുമ്പോൾ 15% മുതൽ 100% വരെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പം ഈ എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് എന്ന് പറയുന്ന ഈ പുതിയൊരു ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്, ഇത് ഒരു ലോൺ അടവ് മുടങ്ങുന്ന സാഹചര്യം പോലും എത്തേണ്ട, അല്ലെങ്കിൽ NP ആവുന്ന സാഹചര്യം പോലും എത്തേണ്ട, അതിനു മുൻപ് തന്നെ ഈ ലോണിന്റെ തിരിച്ചടവിലോ അല്ലെങ്കിൽ ആ ലോണിന്റെ ഹെൽത്തിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മുന്നിൽ കാണുകയാണെങ്കിൽ അതനുസരിച്ച് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഈ എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് ECL എന്ന് പറയുന്ന പ്രോഗ്രാം വഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് എത്ര % വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റിനാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കഷൻ, അതായത് നോൺ പെർഫോമിംഗ് ആവാത്ത ലോൺ ബുക്കിൽ വരുന്ന ക്രെഡിറ്റ് റിസ്കിന്, അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ കാണുന്ന ആ ഒരു അടവിന് മുടക്കം മുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക്, തിരിച്ചടവിനുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള പ്രൊവിഷനാണ് ഈ പറയുന്നത്. അവിടെ ഇപ്പോൾ നിലവിലുള്ളത് സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ NP അല്ലാത്ത നോൺ പെർഫോമിംഗ് അസറ്റായി മാറാത്ത ലോൺ ബുക്കിൽ ഇപ്പോൾ ജനറലി 0.40% പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. ജനറലി എല്ലാ ലോണുകൾക്കും 0.40% പ്രൊവിഷൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ 1%, റിയൽ എസ്റ്റേറ്റ് എക്സ്പോഷർ ആണെങ്കിൽ ഇപ്പോൾ ഹോം ലോൺ പോലെയുള്ള റിയൽ എസ്റ്റേറ്റ് എക്സ്പോഷർ ആണെങ്കിൽ 0.75% ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അസറ്റ് പ്രൊവിഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിന് മേലെയുള്ള അഡീഷണൽ പ്രൊവിഷനാണ് ഇപ്പോൾ ഈ പുതിയ സംവിധാനം വഴി കഴിഞ്ഞ ഒരു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നിലനിർത്താൻ ആവശ്യപ്പെടുന്ന കാര്യം, അതിപ്പോൾ അടുത്ത ഏപ്രിൽ മാസം മുതൽ 2027 ഏപ്രിൽ മാസം മുതൽ അത് കൊണ്ടുവരണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ആ അഡീഷണൽ പ്രൊവിഷൻ കൊടുക്കാൻ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റിന് സ്ട്രെങ്ത് ഉണ്ടോ, ഇപ്പോൾ റിസർവ്സ് ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ഡിസ്കഷൻ കഴിഞ്ഞ ഒരു വർഷത്തിന് മേലെയായിട്ട് ആ ഡിസ്കഷൻസ് നിലനിൽക്കുന്നതുകൊണ്ട് ബാങ്കുകളെല്ലാം തന്നെ അതിനുള്ളൊരു തയ്യാറെടുപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടിജൻസി ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരില്ല. അതേസമയം അസറ്റ് ബുക്കിന്റെ കാര്യത്തിലും ലോൺ ബുക്കിന്റെ കാര്യത്തിലും ബാങ്കുകളുടെ ഹെൽത്തിന്റെ കാര്യത്തിലും ഈ തീരുമാനം തീർച്ചയായിട്ടും ഒരു കൂടുതലായിട്ടുള്ള മെച്ചപ്പെട്ട സംവിധാനം കൊണ്ടുവരാൻ സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സാർ, ഇവിടെ NPA